സാർ, നമ്മൾ ഈ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെക്കുറിച്ചുള്ള പല വാർത്തകളും അധികം കൗതുകത്തോടെ നമ്മൾ നോക്കും. അവിടെ ഈ ബലൂചിസ്ഥാൻ്റെ പ്രശ്നത്തിൽ സംഘർഷം നടക്കുന്നു, സിന്ധിൽ വലിയ സർക്കാർ വിരുദ്ധ നീക്കങ്ങൾ നടക്കുന്നു. വാസ്തവത്തിൽ ഇപ്പോൾ ഈ സിന്ധ് ആ ഒരു മേഖലയിൽ എന്താണ് അവിടുത്തെ ഒരു ചിത്രം എന്താണ്? സിന്ധു ദേശത്ത് ശരിക്കും പറഞ്ഞാൽ ആ സിന്ധ് മേഖലയിൽ ഒരു സിന്ധ് ദേശ് വേണമെന്നുള്ള അവരുടെ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ പാർട്ടീഷൻ സമയത്ത് തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു ശ്രമം പല ഘട്ടങ്ങളിലും അടിച്ചമർത്തുകയും അതിനുശേഷം 71 ബംഗ്ലാദേശ് ഉണ്ടായ സമയത്ത് അത് വീണ്ടും ആ ഒരു മൂവ്മെൻറ്റിലേക്ക് ശ്രമത്തിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധുദേശ് സ്വതന്ത്രമാകണം എന്നും പറഞ്ഞിട്ടുള്ള ശരിക്കും ഒരു 2 ദിവസം മുമ്പ് ആ സിന്ധിൽ നടന്നത് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. പാകിസ്ഥാൻ പട്ടാളവും സിന്ധു ദേശീയകാരും സിന്ധു സഭ നാഷണലിസ്റ്റ് പാർട്ടി അങ്ങനെ ഒരു അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. അപ്പോൾ 2 പേര് ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം സിന്ധു വഴിയുള്ള നാഷണൽ ഹൈവേ മുഴുവൻ അവർ സ്തംഭിപ്പിച്ചു. അതിലെ പോയ ഓയിൽ ടാങ്കറുകളെല്ലാം കത്തിച്ചു. അങ്ങനെ ഇപ്പോഴും ആ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സിന്ധു മേഖലയിൽ നിലനിൽക്കുക ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ ഇപ്പം പാകിസ്ഥാനിലേക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ, സിന്ധ്, ഖൈബർ പഖ്തൂൺഖ്വ ഈ 3 പ്രവിശ്യകളും ഇങ്ങനെ വിട്ടുപോകാനായിട്ട് നിൽക്കുകയാണ്. അതിൽ ബലൂചിസ്ഥാൻ ഏതാണ്ട് അടർന്നു നിൽക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ ബലൂചിസ്ഥാനാണ് ശരിക്കും ഈ പാകിസ്ഥാൻ്റെ ഈ ധാതു ലവണങ്ങളുടെ നിക്ഷേപമെങ്കിൽ ഈ പാകിസ്ഥാനെ മുഴുവൻ ഊട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ സിന്ധാണ്. കാരണം സിന്ധിലാണ് ഈ കാർഷിക മേഖല മുഴുവൻ സിന്ധിൽ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് സിന്ധു നദിയാണ്. ഈ സിന്ധു നദിയിൽ നിന്ന് ഒരു കനാൽ ഉണ്ടാക്കിയിട്ട് പഞ്ചാബിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭവും. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകണം, ഞങ്ങളുടെ ശത്രു പാകിസ്ഥാൻ ഈസ് അവർ എനിമി എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഈ പ്രക്ഷോഭം നടത്തുന്നത് തന്നെ. പാകിസ്ഥാനാണ് ഞങ്ങളുടെ ശത്രു എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ പഞ്ചാബ് എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചാബിലാണ് ഈ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പ്രതിനിധീകരിക്കുന്നത് പഞ്ചാബിലാണ്. ഈ സകല ഭരണാധികാരികളും വരുന്നത് പഞ്ചാബിൽ നിന്നാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ നമ്മുടെ ഈ ആർമി ഉദ്യോഗസ്ഥന്മാർ, ജനറൽമാരെല്ലാവരും ഭൂരിഭാഗം വരുന്നത് ഈ പഞ്ചാബിൽ നിന്നാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഇപ്പം ബലൂചിസ്ഥാനിൽ നിന്നുള്ളതാണെങ്കിലും സിന്ധിൽ നിന്നുള്ളതാണെങ്കിലും ഒക്കെ ഈ അവരുടെ വിഭവങ്ങൾ കൊണ്ടുപോയിട്ട് പഞ്ചാബാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു മേൽക്കൈ ഉണ്ട്. അപ്പോൾ വീണ്ടും ഈ സിന്ധു നദിയിൽ നിന്ന് കനാൽ ഉണ്ടാക്കിയിട്ട് പഞ്ചാബിലേക്ക് ഈ സിന്ധു നദീജലം കൊണ്ടുപോകാനുള്ള ശ്രമത്തിനെതിരെയാണ് ഇപ്പം അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കാരണം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സിന്ധു നദിയിലെ ജലം നിരപ്പ് കുറയുകയാണെങ്കിൽ സിന്ധിലെ ജനങ്ങളുടെ കൃഷി അത് സാരമായി ബാധിക്കും, അവരുടെ ജീവിതത്തെയും ബാധിക്കും. മാത്രവുമല്ല ഈ ബലൂചിസ്ഥാനിലെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യപ്പെട്ട, അവഗണിക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ സിന്ധു മേഖല എന്ന് പറയുന്നത്. അവരുടെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിൻ്റെ പേരിലും ഒക്കെ വളരെയധികം ഈ വളരെ മോശപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളിൽ കഴിയുന്നൊരു ജനവിഭാഗമാണ് സിന്ധു മേഖല. അതോടൊപ്പം തന്നെ അടിച്ചമർത്തലുകൾ. ഓരോ സമയവും എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധങ്ങൾ നടത്തുമ്പോഴത്തേക്ക് അവരെ നിഷ്ഠുരമായ രീതിയിലാണ് ഈ പാകിസ്ഥാൻ പട്ടാളം അടിച്ചമർത്തുന്നത്. ഇപ്പോൾ ഈ സിന്ധു നദിയിൽ നിന്നുള്ള ഈ കനാൽ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്നും പറഞ്ഞിട്ടൊരു വലിയ പഞ്ചാബ് കേന്ദ്രീകൃതമായിട്ട് ഈ പാകിസ്ഥാൻ പട്ടാളം, കാര്യം പാകിസ്ഥാൻ പട്ടാളവും ഇപ്പോൾ ബംഗ്ലാദേശ് പട്ടാളവും ഒക്കെ സ്വന്തം നിലയിൽ ഒരുപാട് ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പഞ്ചാബിൽ ഈ പാകിസ്ഥാൻ പട്ടാളം ഈ ഗ്രീൻ ഇനിഷ്യേറ്റീവ് ഫാമിംഗ് എന്നും പറഞ്ഞിട്ട് ഒരു വൻ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. പട്ടാളം കൃഷി ചെയ്യുന്നു. പട്ടാളത്തിന് ഒരുപാട് ബിസിനസ്സുണ്ട്. പട്ടാളത്തിൻ്റെ മെയിൻ പരിപാടി ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പട്ടാളമാണല്ലോ. പട്ടാളത്തിനൊരു ഗവൺമെൻറ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പാകിസ്ഥാനിലെ അവസ്ഥ. അപ്പോൾ ഈ ഗ്രീൻ ഇനിഷ്യേറ്റീവ് ഫാമിങ്ങിലേക്ക് ഈ സിന്ധു ജലം കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ അതിശക്തമായിട്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഈ സിന്ധിലെ ആഭ്യന്തരമന്ത്രിയുടെ
വീട് തല്ലി തകർത്ത് ഈ പ്രതിഷേധക്കാർ തീ വെച്ചു. അപ്പോൾ ആ നിലയിലേക്ക് തന്നെ സംഗതികൾ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ബലൂചിസ്ഥാനിലെ വിഘടനവാദവും അതല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വിട്ടുപോകാനായിട്ട് അത് മാറും എന്നുള്ളൊരു അന്തരീക്ഷം പാകിസ്ഥാനിലുടനീളം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലും കൂടെയാണ് ഇപ്പോൾ സിന്ധ്, കാരണം അവരുടെ അതേ അവസ്ഥ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സിന്ധിലെ ഈ പ്രക്ഷോഭകരും എല്ലാവരും ഇപ്പം രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതിനെയും പാകിസ്ഥാൻ പട്ടാളം ഇതിന് അവരുടെ ഫോഴ്സ് ഉപയോഗിച്ച് നേരിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ മെയിനായിട്ട് ഇപ്പോൾ എല്ലാ ഈ സിന്ധ് നിവാസികൾ ഈ പഞ്ചാബിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നീങ്ങുന്ന സാധനം. മാത്രമല്ല, സിന്ധ് പോയി കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ പോകുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ ഇല്ലാണ്ടാവും എന്നുള്ളതാണ് വേറെ രസം. കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ ഫിനിഷ്ഡ് എന്നുള്ളതാണ് ഈ സിന്ധ് പോയി കഴിഞ്ഞാൽ. അതുമാത്രമല്ല, ഈ സിന്ധിലാണ് കറാച്ചി തുറമുഖം ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ സകല വ്യാപാര സംഗതികളും അതേപോലെ തന്നെ ഈ ആദ്യമായിട്ട് ഈ ഇസ്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പോലും കറാച്ചിയിലൂടെയാണ്. അപ്പോൾ ഈ കറാച്ചിയും തുറമുഖവും പോവും, ഇതിൻ്റെ ഈ കാർഷിക സമ്പത്തും പോവും. അപ്പോൾ ഈ രണ്ട് സംഗതി ഇത്രയും ഉണ്ടായിട്ട് പോലും ഈ സിന്ധിനെ അവർ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ കാണുന്ന ഈ പാകിസ്ഥാനെ തങ്ങളുടെ എനിമിയായിട്ട്, ശത്രുവായിട്ട് കാണുന്നു എന്നുള്ളതിൽ മുഖ്യമായിട്ട് ഉയർത്തിക്കാണിക്കുന്ന സാധനം അതാണ്. അപ്പോൾ ഇത് ഈ സിന്ധുദേശിൻ്റെ സമയമായി, സിന്ധുദേശ് അടിയന്തരമായിട്ട് ഉണ്ടാകുന്ന സ്ത്രീകൾ ഉൾപ്പെടെ, ഇപ്പോൾ ബലൂചിസ്ഥാനിലെ പോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഈ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ സർക്കാരുമായിട്ടുള്ളൊരു തുറന്ന യുദ്ധത്തിലേക്ക് ഈ സിന്ധും എത്തിയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ സിന്ധ് പോയാൽ തന്നെ, ഈ സിന്ധും ബലൂചിസ്ഥാൻ പോയാൽ തന്നെ പാകിസ്ഥാൻ്റെ ഈ എന്താ പറയുക, അവരുടെ സാമ്പത്തികമായ നില തകർന്നു. ഈ സിന്ധ് പോയി കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണവും. ഈ ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പാകിസ്ഥാൻ പട്ടാളം എത്തി അവിടെ അടിച്ചമർത്തുന്ന പരിപാടികളൊക്കെ നടത്തിയിരുന്നല്ലോ. അതേപോലെ ഈ സിന്ധിലും ഈ സിന്ധിൽ ഇതുവരെ ഈ ബലൂചിസ്ഥാനിലെ പോലുള്ള ഒരു ഗറില്ല ആക്രമണങ്ങൾ ഇതുവരെ ശക്തമായിട്ടില്ല. ഇവിടെ ഒരു മാസ് പ്രൊട്ടസ്റ്റിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ ജനകീയമായ ഒരു വലിയൊരു പ്രക്ഷോഭത്തിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക്, പരസ്യമായ തുറന്ന യുദ്ധത്തിലേക്കാണ് ഇപ്പം ഈ സിന്ധു ദേശം മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അതിനെ അവർക്ക് ഇപ്പം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ വെടിവെപ്പുണ്ടായി, 2 പേര് മരിച്ചു. അതിന് ശേഷം, ഈ വെടിവെപ്പിന് ശേഷമാണ് ഇത് ഈ വ്യാപകമായ തീവെപ്പുകളും പോലീസിനും പട്ടാളത്തിനെതിരെയുള്ള ആക്രമണമായിട്ട് ജനങ്ങൾ ഈ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. സാറ് പറയുന്നത് അവിടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ വെള്ളമാണ് അവരുടെ അടിസ്ഥാന പ്രശ്നം. വെള്ളം, അതെ. ഇതിനുപരിയായിട്ട് ഈ ഗോത്രപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇത് ഈ പാകിസ്ഥാൻ പല ഗോത്രങ്ങളുണ്ടല്ലോ, അവർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ഏറ്റുമുട്ടലുകളും അല്ല ഈ ഇതേപോലെയുള്ള ഭിന്നിപ്പുകൾക്ക് കാരണം? ഈ ബലൂചിസ്ഥാനിലെ പോലെ ഈ പിന്നെ ഒരുപാട് ഗോത്രങ്ങൾ ബലൂചിസ്ഥാനിലുണ്ട്. പക്ഷേ അതേപോലുള്ള അനവധി ഗോത്രങ്ങൾ സിന്ധിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഉത്തമമായ ബോധ്യം. കാരണം ഇവിടെ ഈ സിന്ധ് ദേശത്തിൽ നല്ലൊരു ഇവിടെ നിന്നാണ് കൂടുതൽ ഈ ഹിന്ദുക്കൾ ഈ ഇങ്ങോട്ട് പലായനം ചെയ്തത്. ഏതാണ്ട് ഒരു 7-8-10 ലക്ഷത്തോളം ഈ ഹിന്ദുക്കൾ ഈ പാർട്ടീഷൻ സമയത്ത് പോയിരുന്നു. അവശേഷിക്കുന്നവർ ഇപ്പോഴും അവിടെയുണ്ട്. അതിൽ 4% കൂടുതൽ ഹിന്ദുക്കളുള്ളതും ഈ സിന്ധിലാണ്. അപ്പോൾ ഈ സിന്ധിൻ്റെ കൾച്ചറും ഡിഫറെൻ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഇപ്പോൾ കൾച്ചറൽ എത്തിനിസിറ്റി അവർക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള അവരുടെ ഒരു പ്രത്യേക സംസ്കാരം സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഈ ജലം പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം അപകടത്തിലാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ അവരെ ഓരോ പിന്നെ സിന്ധികളെയും ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇത് സംഗതി എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ കൊള്ളയടിക്കുന്നു എന്നുള്ള ബോധ്യം വളരെ ശക്തമായി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ സിന്ധും ഇപ്പം സ്വതന്ത്രമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, സിന്ധുദേശ് യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ പ്രക്ഷോഭകരും. അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഇത് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. സിന്ധും ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇപ്പം ഈ 3 പ്രവിശ്യകളും വിട്ടുപോകാവുന്ന ഉള്ളൊരവസ്ഥ. അവരുടെ ആഭ്യന്തരമായ രീതിയിൽ ഈ 3 പ്രവിശ്യകളെയും കൂടെ നിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ ആഭ്യന്തരമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.